ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, SDPI എപ്പോഴും കളിക്കുന്നത് ഒരു വ്യാജ മതേതര മുഖമൂടിയാണ്. അത് പലപ്പോഴും പല സന്ദർഭങ്ങളിലായി പിച്ചിക്കീറാറുണ്ടെങ്കിൽ പോലും വീണ്ടും അവർ ഒരു മതേതരത്വം നടിക്കും. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന വ്യാജേന അവരെ പുതിയ ഒരു ഭരണ സംവിധാനത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഈ രാജ്യത്തെ സംരക്ഷിക്കുക എന്ന പ്രമേയം ഉൾക്കൊണ്ട് ആ ബാനറിൽ അവരൊരു ഇസ്ലാമിക രാഷ്ട്രത്തെ പടുത്തുയർത്താൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഇവരുടെ മതസംഘടന, ആ സംഘടനയുടെ നേതാക്കൾ ഇന്ന് തീഹാർ ജയിലിൽ നിറഞ്ഞു കിടക്കുന്നത്. ഇവരുടെ സംരക്ഷണം ആവശ്യമില്ല ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്. കാരണം അതല്ലാതെ തന്നെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് ഇവരിൽ നിന്നും സംരക്ഷിക്കാനാണ് ഇനി എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടത്. SDPIയുടെ മതേതര മുഖമൂടി ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നത്, ഇവരെപ്പോഴും മുന്നിൽ നിർത്തുന്നത് ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആളുകളെയാണ്. എന്നാലാണല്ലോ ക്രമേണ അവരെ മതം മാറ്റി ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോഴിതാ SDPIയിലേക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി പോയ ഒരു ഹിന്ദു സ്ത്രീ, അവർക്കുണ്ടായ വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവം, SDPIയിൽ നിന്ന് അവരനുഭവിക്കേണ്ടി വന്ന പ്രയാസത്തെക്കുറിച്ച് അവർ തുറന്നു പറയുന്നുണ്ട്. കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സരിത എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ അട്ടക്കുളങ്ങര കരിമടം കോളനിയിലെ SDPI വനിതാ ബ്രാഞ്ച് പ്രസിഡന്റും കൂടിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, പാർട്ടിക്കകത്തുള്ള SDPI പാർട്ടിക്കകത്തുള്ള സിറ്റി കോർപ്പറേഷൻ പ്രസിഡന്റും മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയുമായ സനൂപറിനെതിരായിട്ട് ഞാൻ ഒരു 3 മാസത്തിന് മുന്നേ SDPI പാർട്ടിക്കകത്ത് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി എന്താണെന്ന് വെച്ചാൽ, എന്നെ രഹസ്യമായിട്ട് സനൂപറിന്റെ കൂടെ സഹകരിക്കണമെന്നും ആവശ്യമുള്ള പണം തരാമെന്നും അതുപോലെ തന്നെ എൻ്റെ ഈ കട ഒന്ന് കാണിച്ചു, ഈ കട ഇവിടെ നിന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി അവസാനം വരെയും അയാളുടെ കൂടെ ഞാൻ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാമെന്നുള്ള രീതിയിലാണ് സനൂപർ എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഈ സംസാരിച്ചതിനെ തുടർന്ന് ഞാൻ സനൂപറിന്റെ പേരിൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മണ്ഡലത്തിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ജില്ലയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, സംസ്ഥാനത്ത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 3 മാസങ്ങൾ കൊണ്ട് ഇവർ അന്വേഷിക്കട്ടെ, പുനഃപരിശോധിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇവർ ഓരോന്ന് പറഞ്ഞാണ് SDPI പാർട്ടിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അന്വേഷണത്തിൽ വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സനൂപറിനെതിരെ പരാതി കൊടുത്തതിനെ തുടർന്ന് സനൂപർ ചാല സലീമും പിന്നെ അനസ്, മണ്ഡലം പ്രസിഡന്റ് അനസ്, അതുപോലെ തന്നെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സിയാദ് കണ്ടള, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് എൻ്റെ പാസ്റ്റിലുള്ള, ഞാൻ ഈ പാർട്ടിക്കകത്ത് വന്നിട്ട് തന്നെ 2.5-3 വർഷ കാലമായി, എൻ്റെ പാസ്റ്റിലുള്ള കുറെ വോയിസും കാര്യങ്ങളെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയ വഴി പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സനൂപറിനെതിരെ പരാതി കൊടുത്തതിനെ തുടർന്നാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ സോഷ്യൽ മീഡിയ വഴി മാറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടിക്കകത്ത് വന്നതിന് ശേഷം അവർ കാണിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഈ പാർട്ടിക്കകത്ത് വന്നതിന് ശേഷം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇല്ലെന്നുള്ളത് മാത്രം ഇവർ അന്വേഷിച്ചാൽ മതിയായിരുന്നു. എൻ്റെ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പാർട്ടിക്കകത്ത് വരുന്നത് തന്നെ. അവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, ഈ പാർട്ടിയിലിരുന്ന സനൂപർ, അതുപോലെ തന്നെ ഷഫീഖ് എന്ന് പറയുന്ന കാക്ക, അതുപോലെ തന്നെ ജയൻ, മണ്ഡലം മെമ്പറാണ് ജയൻ, ആ അണ്ണം പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ സജീർ എന്ന് പറയുന്ന കാക്ക പറഞ്ഞു, ഇവരെല്ലാവരും വളർന്നിരുന്നിട്ട് അവർ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല, ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പക്ക ക്ലിയർ ആയിട്ട് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അവരെന്നെ പറഞ്ഞ് ഈ പാർട്ടിയിലോട്ട് എടുത്തത്. പാർട്ടിയിൽ എടുത്തതിന് ശേഷം എനിക്കൊരു വനിതാ ബ്രാഞ്ച് അവർ രൂപീകരിക്കുകയും അതുപോലെ തന്നെ 10-40 സ്ത്രീകളെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഈ ഗ്രൂപ്പിനകത്ത് കൊണ്ടുവരികയും ചെയ്തു. പാർട്ടി പറയുന്ന എല്ലാ നടപടികളും എല്ലാ പരിപാടികളും കൃത്യമായിട്ട് ചെയ്താണ് ഞാൻ മുന്നിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് സനൂപർ എൻ്റെ അടുത്ത് മോശമായ രീതിയിൽ രഹസ്യമായിട്ട് അയാളെ കൂടെ സഹകരിക്കണമെന്ന് പറഞ്ഞ് മോശമായ രീതിയിൽ കാശ് തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. ഈ കാര്യങ്ങളാണ് പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇത്രയും പേര്, സനൂപർ, പട്ടിക്കട സലീം, മണ്ഡലം പ്രസിഡന്റ് അനസ്, അതുപോലെ തന്നെ സിയാദ് കണ്ടള, അതുപോലെ തന്നെ ദിലീപ്, കരിമടം കോളനിയിലെ മുൻ ബ്രാഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ദിലീപ്, ഇത്രയും പേരും കൂടെ ഒക്കെ ചേർന്ന് ജിമ്മു സുൽഫി, അവന്റെ സനൂപറിന്റെ സഹോദരനാണ്, മൂത്ത സഹോദരൻ ജിമ്മു സുൽഫി, സുധി, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇപ്പൊ എന്നെ മൊത്തത്തിൽ എന്റെ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയ വഴി എന്നെ മാറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പാർട്ടിക്കകത്ത് വരുന്നതിന് മുന്നേ എന്താണെന്ന് ഇവർ അന്വേഷിക്കേണ്ട കാര്യമില്ല. പാർട്ടിയിൽ വന്നതിന് ശേഷം എന്താണെന്ന് അന്വേഷിച്ചാൽ മതി. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ കൊടുത്ത പരാതിക്ക് ഇതുവരെയും SDPI പാർട്ടിക്കകത്ത് ഒരു നിലപാട് എടുത്തിട്ടില്ല. ഇതിനു വേണ്ടിയിട്ടാണോ ഈ പാർട്ടിക്കാർ എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഈ ആരൊക്കെയാണോ ഇത് എൻ്റെ ഈ ആവശ്യമില്ലാത്ത പാസ്റ്റിലെ കാര്യങ്ങളുടെ റെക്കോർഡും കാര്യങ്ങളും എടുത്ത് എന്നെ മാറ്റി സോഷ്യൽ മീഡിയ വഴി മാറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ പേരിൽ ഞാൻ ഹരിജന വകുപ്പിന്റെ പേരിൽ തന്നെ ഞാൻ കേസ് ഫയൽ ചെയ്യുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ ഫയൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം പാർട്ടി നീതി നടപ്പാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഇനി അവർ നീതി നടപ്പാക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇവന്മാർ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് ഇങ്ങനെ അപമാനപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത്? നിങ്ങൾ തന്നെ, ജനങ്ങൾ തന്നെ പറയും. ഒരാൾ മോശമായിട്ട് കൂടെ കിടക്കാൻ വിളിച്ചപ്പോഴേ
പാർട്ടിയിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? പാർട്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് ഫണ്ട് കളക്ഷൻ ഈ സനോഫർ എന്ന് പറയുന്നത് 1,00,000 സംതിങ് രൂപ എടുത്തും മാറ്റി. സനോഫറിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് 30,000 രൂപയുടെ ഉരുപ്പടി ബാങ്കിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫണ്ട് കളക്ഷനിലായിട്ട് ആ ഉരുപ്പടി എടുത്തു. മധുരയിൽ ടൂർ പോകാൻ വേണ്ടിയിട്ട് ഇവർ കുറെ പേര് മധുരയിൽ ടൂർ പോകാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് കളക്ഷനിൽ നിന്നാണ് പൈസ എടുത്തുകൊണ്ട് പോയി ചാടി അടിച്ച് തീർത്തത്. 3,500 രൂപയുടെ ഏസ് റൂമിലെ സനോഫറിന്റെ ഭാര്യ കിടക്കണം എന്ന് പറഞ്ഞ് 3 റൂം അവർക്ക് വേണ്ടി എടുത്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? പാവങ്ങളുടെ ജനങ്ങളുടെ പണത്തിന് വേണ്ടിയായിരുന്നു. ഞങ്ങൾ ഇതുപോലെ ഈ റോഡിൽ നിന്ന് ഈ മോന് കച്ചവടം ചെയ്ത് കൊടുത്ത പൈസ വെച്ചിട്ടാണ് ഈ പാർട്ടിയിൽ ഇരിക്കുന്ന സനോഫറും അംഗങ്ങളും എല്ലാവരും കൂടി തിന്നു കുടിച്ചത്. ഇതെല്ലാം ചോദ്യം ചെയ്ത് ഞാൻ പാർട്ടിക്ക് പരാതി കൊടുത്തതുകൊണ്ടാണ് ഇവരെന്നെ എന്റെ പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ അവമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നീതി എത്രയും പെട്ടെന്ന് SDPI പാർട്ടിക്കാർ ഇതിനകത്ത് നീതി നടപ്പാക്കി തരണമെന്നാണ് ഇത് എന്റെ ഒരു അഭ്യർത്ഥന. ഇല്ലെന്നുണ്ടെങ്കിൽ വിഷയം എവിടെ കൊണ്ട് തീരില്ല. ഇതിന് അപ്പുറം വിഷയം ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ടു മരണം എന്നൊരു ചൊല്ലുണ്ട്. അതെ, എന്ത് കണ്ടിട്ടാണ് പോയത്? പാസ്റ്റില് ശരി, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇവരും ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ശരി, ഒരാളോട് നമുക്ക് വിരോധം തോന്നിയാൽ അവരെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി നമ്മുടെ പ്രതികാര ബുദ്ധി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. എല്ലാവരും ആ കാറ്റഗറി അല്ല കേട്ടോ. അവരെ ഇല്ലാതാക്കുക, അതുമാത്രമായിരിക്കും ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുക. അതുവഴി എന്താ സംഭവിക്കാന്നറിയാമോ? അവരുടെ സമാധാനം പോയി കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളോടും എനിക്ക് സ്ഥായിയായ വൈരാഗ്യമില്ല. ഒരാളോടും സ്ഥായിയായിട്ടുള്ള ഒരു ശത്രുതയും എനിക്കില്ല. ആരോടുമില്ല. ആരെങ്കിലും എന്നോട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സ് വിശാലമാണ്. ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളുമല്ല. ഞാൻ അതിലേക്ക് എൻ്റെ ശ്രദ്ധ പോലും കൊടുക്കാറില്ല. എൻ്റെ മനസ്സിനെ ബാധിക്കുന്ന, എൻ്റെ സന്തോഷം തകർക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടും ഞാൻ ചിന്തിക്കാറില്ല. നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ ഹേർട്ട് ചെയ്യുന്നുണ്ടോ? ഛർദ്ദിച്ച് അവിടെ വിടും. പിന്നീട് അത് കിണ്ടി നോക്കുന്ന ഒരു രീതി എനിക്കില്ല. ഇവരുടെ മതത്തില് മതേതരത്വമില്ല. ഇവർക്ക് ഒരുപാട് സംഘടനകളുണ്ട്, മതേതരത്വമില്ല. ആ 916 മതേതരത്വം അന്വേഷിച്ചു പോയി. എന്തായിരുന്നാലും ഇവർ വന്നത് SDPI കൊടി നോക്കിയാണ്. ശരി, ഇനി ഇവർക്കൊരു തിരിച്ചു പോക്കില്ല എന്ന് കാക്കാമാരും അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് അല്ലറ ചില്ലറ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൂടെ കിടന്നാൽ മതി, സഹകരിച്ചാൽ നൽകാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്ന് അനാവശ്യം പറയുന്നത് അത്രയും കാക്കാമാരാ. ഇവന്മാർക്ക് വേശ്യൻ എന്നൊരു പേരില്ലല്ലോ. ഈ വേശ്യാവൃത്തി ചെയ്യുന്ന ഈ കാട്ടാള സമൂഹം ഇവർക്കൊരു കുഴപ്പമില്ല. ഇവർ ചെളി കാണുന്നിടത്ത് ചവിട്ടും, വെള്ളം കാണുന്നിടത്ത് കഴുകും. ഏതെങ്കിലും ഒരു പുരുഷനെ അഭിസാരികയ്ക്ക് തുല്യം ഒരു പുരുഷ പദമുണ്ടോ? വേശ്യയ്ക്ക് തുല്യം ഒരു വേറെ ഒരു പുല്ലിംഗ പദമുണ്ടോ? ലൈംഗിക തൊഴിലാളികൾ, അതിലും സ്ത്രീകൾ, അതിലും പുരുഷന്മാരുണ്ടോ? എനിക്കറിയില്ല. ശരി, അപ്പോൾ ചേച്ചിയെ ഒന്ന് കൂടെ കിടക്കാൻ വിളിച്ചു. ചേച്ചിക്ക് താല്പര്യമില്ല. ചേച്ചി അത് കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തപ്പോൾ കാക്കാടെ മുഖം ഏതാണ്ട് വികൃതമായല്ലോ. അപ്പോൾ ഇനിയും ചേച്ചി ഒരു പാഠം പഠിപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ കാക്ക കുടുംബം തീരുമാനിച്ചു, കാക്ക കൂട്ടം തീരുമാനിച്ചു. അങ്ങനെ ഇറങ്ങി തിരിച്ച് ഇപ്പം മോങ്ങിയിട്ട് എന്താ കാര്യം? അവരുടെ ഈറ്റില്ലത്തിൽ കൈയായില്ലേ, തലയായി പോയില്ലേ? ഇനി ഒടിയാതെ വളയാതെ തിരിച്ചെടുക്കാൻ നോക്ക്. നന്ദി.